ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നാലോ. വൃശ്ചിക മാസമായിട്ട് നമ്മൾ ഇതുവരെ ഒന്ന് അയ്യപ്പനെ കാണാൻ പോയില്ല കേട്ടോ. അപ്പം നമ്മൾ രണ്ടുപേരും ഒന്ന് പ്ലാൻ ഇട്ടോ ഇന്നൊന്ന് അയ്യപ്പനെ കണ്ടേച്ച് വരാമെന്ന്. അങ്ങനെ നമ്മൾ വഴിയിൽ നിന്ന് കേശൂട്ടനെയും പൊക്കിയെടുത്ത് നേരെ അയ്യപ്പൻ്റെ അമ്പലത്തിലേക്ക് പോയി കേട്ടോ. പോകുന്ന വഴി നമ്മൾ ചന്ദനക്കാവ് കയറി പൈസയായിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ. മനുവിന് ഭയങ്കര വിശ്വാസമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവഴി പാസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഇവിടെ കയറി പ്രാർത്ഥിക്കാറുണ്ടേ. നമ്മൾ ഇന്ന് പോകുന്നത് കൊളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ്. നമ്മുടെ വീടിന്റെ ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന അയ്യപ്പന്റെ അമ്പലം എന്ന് പറയുന്നത് ഈ കൊളത്തൂപ്പുഴ അമ്പലമാണേ. അങ്ങനെ ഞങ്ങൾ നേരെ കൊളത്തൂപ്പുഴ അമ്പലത്തിലെത്തി കേട്ടോ. ഇവിടെ അയ്യപ്പൻ എന്ന് പറയുന്നത് ബാലകന്റെ രൂപത്തിലാണ് കാണപ്പെടുന്നത്. വൃശ്ചിക മാസം ആയതുകൊണ്ട് നമുക്കിവിടെ ഭയങ്കര തിരക്ക് കാണാം. ഒരുപാട് അയ്യപ്പ ഭക്തന്മാർ, അത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പ ഭക്തന്മാരുടെ ഒരു വൻ തിരക്ക് നമുക്ക് ഈ അമ്പലത്തിൽ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് കയറി. നമ്മൾ ചെന്ന സമയം നല്ല കറക്റ്റ് സമയമായിരുന്നു, ദീപാരാധന നടക്കുന്ന സമയമായിരുന്നു കേട്ടോ. ദീപാരാധനയ്ക്കൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നമുക്ക് കാണാൻ പോലും പറ്റാത്തത്ര തിരക്കായിരുന്നു. എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ ഗൈസ്, അടിപൊളിയായിട്ടുണ്ടല്ലേ. അമ്പലം മൊത്തത്തിൽ ചുറ്റുവിളക്ക് കൊണ്ട് കത്തിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. കേശു അമ്പലത്തിൽ എത്തുന്നവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞ് എല്ലാവരെയും കണ്ടപ്പോൾ അവൻ കുറച്ചൊന്ന് പേടിച്ചു കേട്ടോ. പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടാൽ പിന്നെ പ്രത്യേക ഒരു നാണാണ് കേട്ടോ. ഇത് എവിടെ നിന്നാണ് ഉണ്ടാവുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറി തൊഴുതു. അമ്പലത്തിനകത്ത് ഫോട്ടോ എടുക്കാനൊന്നും അനുവാദമില്ല കേട്ടോ. ഇത് നോക്കിക്കേ ഗൈസ്, ഞാൻ ഒരമ്പലത്തിലും കാണാത്തൊരു പ്രത്യേകതയാണ് കേട്ടോ. ഈ കണ്ണാടി വെച്ചിരിക്കുന്നത് അത് നോക്കി നമുക്ക് ചന്ദനം ഇടാനാണേ. കണ്ടില്ലേ ഗൈസ്, കുറെ നേരം കഴിഞ്ഞപ്പോൾ ആള് സെറ്റായി കേട്ടോ. പിന്നെ കുറച്ചു നേരം ഒന്ന് ഓടി കളിക്കാനൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഗൈസ്, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ അമ്പലത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വഴിപാടുണ്ട്, അതിന്റെ പേരാണ് മീനൂട്ട്. ഈ അമ്പലത്തിനടുത്ത് ഒരു ആറുണ്ട് ഗൈസ്, അതിനകത്ത് നിറയെ മീനുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരിമ്പാറ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ നമ്മൾ നേർച്ച പറഞ്ഞിട്ട് ആ മീനുകൾക്ക് നമുക്ക് മീൻ ഊട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ പോകുമെന്നാണ് കേട്ടോ പറയുന്നേ. അങ്ങനെ ഞങ്ങൾ അയ്യപ്പനെ മനസ്സ് നിറഞ്ഞ് കണ്ട് തൊഴുത് അവിടെ നിന്ന് യാത്ര തിരിച്ചു കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. അതുവരെ ബൈ ബൈ.